അപ്പോൾ കാട്ടിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? 2 ചുണ്ടുകൾ അടച്ചു പിടിക്കുക എന്നുള്ളതാണ് കാട്ടിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെ വീട്ടിലെ പല്ലി ഉണ്ടാവും അല്ലേ, എട്ടുകാലി ഉണ്ടാവും, അറപ്പ അല്ലേ, പിന്നെ കൂറ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ കുറേ സൂക്ഷ്മജീവികളൊക്കെ അവിടെ ഇവിടെയും ഒക്കെ ആയിട്ടുണ്ടാവും. ഭക്ഷണം വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ പഴയ പത്തായൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ചൊക്കെ ഉണ്ടെങ്കിൽ മഞ്ചയിലൊക്കെ ധാരാളം എന്തുണ്ടാവും, ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും കേട്ടോ. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടായിരിക്കും? കൂറൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. കൂറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ ഉമ്മമാരൊക്കെ എന്താ ചെയ്യുക? കണ്ട ചെരുപ്പ് എടുക്കുക അല്ലെങ്കിൽ ചൂരെടുക്കുക, അടിച്ചു കൊല്ലു അല്ലേ, കൊല്ലൂല്ലേ, കൊല്ലൂല്ലമ്മ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതേപോലെയാണ് കാട്ടിൽ നമ്മൾ കയറുന്ന സമയത്ത്. ആ മൃഗങ്ങൾക്കൊക്കെ നമ്മൾ എട്ടുകാലിയും പല്ലിയും കൂറയൊക്കെയാണ്. അപ്പോൾ കാട്ടിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഈ മൃഗങ്ങൾ നമ്മൾ കാണാത്ത രൂപത്തിലായിരിക്കണം പോവേണ്ടത്. അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ട് പോയാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? നമ്മളെ കാണാതിരിക്കുള്ളൂ. നമ്മളെ വീട്ടിൽ ഇപ്പോഴും എന്തുണ്ടായിരിക്കും? കൂറയും പല്ലിയും എട്ടുകാലിയൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ നമ്മളെ കാണാതെ ഏതെങ്കിലും ഹോളിലൊക്കെ പൊത്തിലൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മളവർ കാണുകയും ചെയ്യും. നമ്മളവരെന്ത് ചെയ്യാൻ പാടില്ല? അങ്ങോട്ട് നമുക്കവരെ കാണുകയും വേണം, അവരിങ്ങോട്ട് കാണാനും പാടില്ല. അപ്പം നമ്മുടെയൊക്കെ ഉള്ള വസ്ത്രങ്ങളൊക്കെ ആ രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. വേറൊരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, കോഴിക്കോടുള്ള 2-3 മനുഷ്യന്മാർ നീലഗിരിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഗൂഡല്ലൂർ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? കടന്നൽ കുത്തിയിട്ട് മരണപ്പെട്ട വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്നും പത്രം വായിക്കലില്ല, ടി വിയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകളൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ എന്താണ് അറിയാം, നമുക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ആഡായിരിക്കും കുറേ വരിക, അല്ലെങ്കിൽ എന്തായിരിക്കും ഡ്രസ്സിൻ്റെ ആഡുകൾ, ഫ്ലിപ്കാർട്ടും ആമസോണും മാത്രമാണ് നമുക്ക് കാണാം. ബാക്കിയുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊന്നും പല സമയത്തും പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് കടന്നൽ കുത്തിയിട്ട് മരണപ്പെടുന്നത്? കാട്ടിലേറ്റവും ഭീകരമായിട്ടുള്ള മൃഗം നമ്മളൊക്കെ പറയാറുള്ളത് കരടിയാണ്. കരടി എന്ന് പറയുന്നത് മനുഷ്യരെ പോലെ എഴുന്നേറ്റ് നിൽക്കുകയും അതിന് നീളം കൂടിയ നഖങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? മനുഷ്യരെ പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയും. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. മരത്തിൽ കയറുകയാണെങ്കിൽ മരത്തിൽ കയറാൻ കഴിയും. വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ വെള്ളത്തിൽ നീന്താൻ കഴിയും. അവർക്ക് പല രൂപത്തിലും അവർക്ക് ആക്സസിബിളാണ്. പക്ഷേ കടന്നലും എന്താണ്? ഭീകരമായിട്ടുള്ള ഏറ്റവും ചെറിയൊരു ജീവിയാണ് കടന്നൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ ആലോചിച്ചിരുന്നു ആ സമയത്ത്? കേട്ടില്ല. കടന്നൽ കുത്തിയിട്ടാവും മരണപ്പെട്ടുക അല്ലേ? എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കാട്ടിൽ പോകുന്ന സമയത്ത് പല ആളുകളും എന്ത് ചെയ്യുന്നറിയോ? ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിലെ കൂറയും എട്ടുകാലിയൊക്കെ പറഞ്ഞ പോലെ അനിമൽസ് കാണാൻ പെട്ടെന്ന് അട്രാക്റ്റീവായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടായിരിക്കും പലപ്പോഴും കാട്ടിലേക്ക് പോവുക. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ക്യാമഫ്ലാഷ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കാട്ടിലേക്ക് പോകേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ സാധനം, നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? കാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? മറ്റുള്ള ജീവജാലങ്ങളൊക്കെ അധികം കാഴ്ചശക്തി കൊണ്ടല്ല അവരൊക്കെ നിൽക്കുന്നത്. അവരൊക്കെ സ്മെല്ല് അട്രാക്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ കേൾവിയും സ്മെല്ലുമാണ് അവരെന്ത് ചെയ്യുന്നത്? അട്രാക്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കാട്ടിലേക്ക് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ തേനീച്ചയും ഈ വാസ്പും കടന്നലൊക്കെ അല്ലേ, കടന്നലൊക്കെ സ്മെല്ലിന് അട്രാക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ പൂവിലേക്കും പോകുന്നത്. ആ പൂവിൻ്റെ സ്മെല്ല് കുറേ ദൂരെ നിന്ന് ഈ വാസ്പിനും ഈ കടന്നലിനും ഈ തേനീച്ചക്കൊക്കെ കിട്ടും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇതാ പൂവിലേക്ക് പോകുന്നത്, അതിൽ നിന്ന് തേൻ ശേഖരിച്ച് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അവരുടെ ഒരു പ്രധാന ആഹാരമാണ് തേനുകളും പൂമ്പൊടികൾ എന്നൊക്കെ പറയുന്നത്. ഈ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ച് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? അവർ ആരെയാണ് ആകർഷിക്കുക? പൂവിനല്ല ആകർഷിക്കുക, നമ്മളെയാണ് അവർ ആകർഷിക്കുക. ആ സമയത്ത് അവരുടെ ഭക്ഷണമല്ല നമ്മൾ എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളവർ കുത്തുന്നത്. അങ്ങനെ ചെയ്യുന്നൊരു സംഭവം അത്ര ചെറിയൊരു അശ്രദ്ധയുണ്ടത്. ആ അശ്രദ്ധ എവിടം വരെ എന്തുവരെ സംഭവിക്കാം? നമ്മുടെ മരണം വരെ സംഭവിക്കാൻ അത് കാരണമാവും എന്നുള്ളതാണ് ഉള്ളത്. അപ്പം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും മനസ്സിലാക്കിയിട്ടും വേണം എന്ത് ചെയ്യാൻ? കാട്ടിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്.